കമലു ഇത് ദൂഹിക്കവളയാണോ മീനാക്ഷി ശേഷാദ്രിയാണോ? ആരെങ്കിലും ആവട്ടെ, ഒന്നും മിണ്ടാതിരി. നിർത്തടാ. 10 ചപ്പാത്തി പരത്താനാണോ ഇത്ര സമയം? മോൻ കൊണ്ടുപോയി കളിച്ചോ. നീ ആരോ വന്നിരിക്കുന്നു. ഒരു സ്ഥലത്തിരുത്തി അവിടെ ഇരിക്കും ഗണപതി പോലെ. ഒന്ന് പോയി നോക്ക്. ഒന്ന് പോയി കഥ ഓർക്കും മനുഷ്യ. ഹരിയോ? ഗോവിന്ദ്, നീ ഇങ്ങോട്ട് വാ. ആഹാ, ഹരിയോ? ഗോപിയേട്ടന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇരിക്ക്, ചിത്രഹാർ കഴിയാറായി. ഞാൻ ചിത്രഹാർ കാണാൻ വന്നൊന്നുമല്ല. ആദ്യം തന്നെ അതൊന്നും നോക്കി കണ്ണും ചെവിയും കേക്കട്ടെ. അയ്യേ, ന്യൂസായി. ഗോപിയേട്ടാ, ഒന്ന് TV ഓഫ് ചെയ്തേ. പോയി ഓഫ് ചെയ്യടി. നീ ഇരിക്കെ. എന്ത് പണിയായി കാണിച്ചത്? എന്ത് പണി? ഗോവിന്ദേട്ടൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? സംഭവിച്ചാൽ എന്താ? തങ്കം പോലത്തെ ഒരു പെണ്ണല്ലേ? തങ്കം പോലത്തെ പെണ്ണിനെ അവളെ തന്ത വന്ന് വിളിച്ചോണ്ട് പോയി. തന്ത ഒന്ന് വിളിച്ചോണ്ട് പോയത് ഞാൻ പറഞ്ഞിട്ടാണോ? അങ്ങനെയാ നല്ല തന്തമാര്. അല്ല, ഇതിപ്പോ അതവളുടെ അസൂയ കൊണ്ടാ. ദൈവമേ, എന്റെ കല്യാണത്തിന് ഇങ്ങനൊരു അബദ്ധം പറ്റിയില്ലല്ലോ. എനിക്ക് അബദ്ധം പറ്റിയല്ലോ. കൊള്ളാവുന്ന എത്ര ആലോചനകൾ വന്നതാ. അമ്മ 100 വട്ടം പറഞ്ഞതാ പാലക്കാട്ടുള്ള പലചരക്കടക്കാരനായിട്ടുള്ള ബന്ധം ഉറപ്പിക്കാന്ന്. അച്ഛന് നിർബന്ധം, സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെ വേണോന്ന്. ഇപ്പൊ അയാൾക്ക് പാലക്കാട്ട് നിറയെ കടകളാ. കാറും ബംഗ്ലാവുമായിട്ട് കഴിയുന്നു. ഭാഗ്യവാൻ. അതൊക്കെ അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം വേണം. എന്നാ അവന്റെ കൂടെ പോടി. കല്യാണം കഴിഞ്ഞ് വല്ലവരെയും കൂടെ പോകുന്നവരൊന്നും ഞങ്ങളുടെ തറവാട്ടിലില്ല. പിന്നെ എന്റെ തറവാട്ടിലുണ്ടോ? എന്നെ കൊണ്ട് പഠിപ്പിക്കരുത്. ഓ, കണ്ണന്റെ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇപ്പൊ അതിലും വലിയ പ്രശ്നം. അല്ല പിന്നെ, കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരായി. ഇപ്പോഴും പാലക്കാടൻ പലചരക്കാണ് ഇവിടെ മനസ്സിൽ. എനിക്കും ആലോചനകൾ പലതും വന്നതാ. 10 പവൻ തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ ചാടി വീണു. 10 മാറ്റുള്ള പെണ്ണുങ്ങളെ തഴഞ്ഞിട്ടാണ് 10 പവന് വേണ്ടി ഈ ചടാക്കിനെ. 10 പവൻ മാത്രോ? ഒന്ന് നിർത്തോ? നീ ഒന്നും മിണ്ടാതിരിക്കടാ. പറ മനുഷ്യ, 10 പവൻ മാത്രാ? പിന്നെ എന്താ തന്നു? 10 സെന്റ് ഭൂമി തന്നില്ല. ഓണങ്കേറാമൂലയില് 10 സെന്റ് ഭൂമി. അവിടെ നിന്റെ ശവാടൊക്കെ നടത്തും. ഹരി എന്നെ പോയിട്ടാ, എന്നെ നിയന്ത്രിക്കല്ലേ നീ? ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട, ആ 10 സെന്റ് തന്നിട്ട് നീ വലിയ കാര്യമായിട്ട് ഓർത്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒന്ന് അടങ്ങ്. നിന്നെ ഓർത്ത് ഞാൻ അടങ്ങുന്നു. നിങ്ങൾ ഇങ്ങനെ തമ്മി തല്ലല്ലേ? ഇല്ല, എന്നാ ഞാൻ പോയിക്കോട്ടെ. പോയിക്കോട്ടെ. പോയി ചപ്പാത്തി പറ്റും മനുഷ്യ. കറി ഉണ്ടാക്കി വെക്ക്. TV-യിൽ കയറ് തുടങ്ങാൻ സമയമായി, എനിക്ക് കാണണം. ഇവളിങ്ങനെ പോയാൽ ഞാൻ കയറെടുക്കേണ്ടി വരുമല്ലോ. വേണ്ട, അവൻ എന്റെ അടുത്ത് വന്നോട്ടെ. ആ, എന്നെ തൊടണ്ട. പാലക്കാട്ടുകാരൻ പലചരക്ക് വെച്ചോടക്കാരനെ പോയി തൊട്. അങ്ങനെ പറയല്ലേ ചേട്ടാ. കമലാക്ഷി. കമലു. കമലു, എനിക്ക് നിന്റെ സ്വഭാവം മനസ്സിലാകുന്നില്ല. പകലൊരു നിറം, രാത്രി വേറൊരു നിറം. അയ്യോ, അതെന്താ വിഷമോ? അത് ശരി. മക്കളെ മോനെ, മോനെ കരയല്ലേ? ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. ദുഷ്ടൻ. ഇവിടെയാണ് രക്തം തളം കെട്ടിക്കിടന്ന സ്ഥലം. ശ്രീകരം. രാത്രി പേൻ നോക്കുന്ന ലക്ഷണക്കേടാ കമലു. TV കണ്ട പേൻ പോണ മരുന്ന് വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് എന്താ വാങ്ങാത്തത്? TV-യിൽ കാണുന്നൊക്കെ വാങ്ങിക്കൂട്ടാൻ ഞാൻ പാലക്കാട്ടുകാരൻ പലചരക്ക് കച്ചവടക്കാരനല്ല. PWD-യിലെ UDC ആണ്. എന്റെ കാശില്ല. ആരോ ബെല്ലടിക്കുന്നു. എന്താ ഹരി നേരത്ത്? പറയാം. ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യമുണ്ട്. അല്ല, കമലും പിള്ളേരും ഒറ്റയ്ക്കേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത്. ഓഹോ, കമലു വാലടച്ചേരെ. എങ്ങോട്ടാ ഈ നേരത്ത്? ഞങ്ങൾ കേട്ടോളൂ. വലിച്ചു കിടന്നപ്പോ അവനോ ബുദ്ധിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ സ്വയം ഒഴിഞ്ഞു പോകുമായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനിയെങ്കിലും എന്റെ പെങ്ങൾക്കൊരു ജീവിതം വേണം.
കണ്ണനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരും. ശരിയാ, കോടതിയും കേസൊന്നുമില്ല തീരുന്നെങ്കിൽ അതല്ലേ നല്ല കാര്യം. ഇത് രാധികയുടെ തീരുമാനമാണോ? ആ അതെ, അവൾ ഒപ്പിടാൻ തയ്യാറാണ്. അവൾക്ക് വേണ്ടെങ്കിൽ കണ്ണനും വേണ്ട. അതാണ് ബുദ്ധി. തീയതി നിശ്ചയിച്ചിട്ട് ഞാൻ അറിയിക്കാം. ആ, ജീവൻ പോയാലും അവന് ഇതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതിനും ഉണ്ടടാ ഒരടവ്. ഒരടവ് അടവെടുത്തെടുത്താണ് അവൻ അടി തെറ്റി വീണ് കിടക്കുന്നത്. പിന്നെ കൊണ്ടുവന്ന ഒരടവ്. മിണ്ടരുത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എന്തൊരു തള്ളലാണിത്? വിളിക്കടാ. അതെ, എന്റെ തൊണ്ടക്ക് നല്ല സുഖമില്ല, കഫം. ആവശ്യമില്ലാതെ വിളിച്ചുപദ്രവിക്കാൻ നിന്റെ തൊണ്ടയ്ക്ക് കുഴപ്പമില്ല. ആവശ്യം വന്നപ്പോ നിന്റെ തൊണ്ട കഫം. വിളിച്ചില്ലേ നിന്റെ ശവം. ശവം വേണോ കഫം വേണോ? ശവം അല്ല, കഫം. ശവം അല്ല. വിളിക്കടാ. വിളിക്കാമേ. കഫം പോയോ? പോയി. ഹലോ ഹലോ, കണ്ണനല്ലേ? ആരാ? കണ്ണന്റെ മിസ്സിസാ, രാധിക. എന്താ രാധികയത്? എത്ര നേരം ഞാനന്ന് കാത്തു നിന്നത്? അച്ഛനൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞു, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ കണ്ണേട്ടാ. കണ്ണേട്ടം വിളിച്ചാ ഞാൻ കൂടെ വരാം. ഞാനിപ്പ വരാം. ഇപ്പൊ വരാന്ന്. ഇപ്പൊ വരണ്ട, അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വരാം. അയ്യോ, ഇപ്പൊ വരണ്ട. അടുത്ത ഞായറാഴ്ച 10 മണിക്ക് വന്നാ മതി. ഞാൻ കാത്തിരിക്കും. ഞായറാഴ്ച വരെ ആക്കണോ രാധികയെ? എന്താ കണ്ണേട്ടാ ഇത്ര ധൃതി? ഇത്രയും ദിവസം കാത്തിരുന്നില്ലേ? ഒരു 10 ദിവസം കൂടെ കാത്തിരുന്നാൽ എന്താ? കള്ളൻ. ഞാനേ ഇനി ഒന്നും പറയണ്ടേ? ഒന്നും പറയണ്ട. ആഹാ. അല്ല, നീ എങ്ങോട്ടാ രാവിലെ? ഇഷ്ടമുള്ളിടത്തേക്ക്. എന്നാ ഞാനും കൂടെ വരാം. വേണ്ട. നീ ഷർട്ട് ഇപ്പൊ വാങ്ങി? സൗകര്യമുള്ളപ്പോ. നീ പുതിയതൊന്നും വാങ്ങിയില്ലേ? നിന്റെ ഒരു പഴയ ഷർട്ട് ഞാൻ എടുത്തോട്ടെ? വേണ്ട. എടാ, എനിക്ക് ആകപ്പാടുള്ളത് നീ തന്നെ പഴയ ഷർട്ടാ. ഒരെണ്ണം ഞാൻ എടുക്കും. നാണമില്ലാത്തടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ, നീ എന്തിനാ എന്നോട് വിളിക്കുന്നത്? നീ രാധിയെ കാണാൻ പോവല്ലേ? അത് ശരി. അപ്പൊ വീണ്ടും എന്തെങ്കിലും ഉടക്കുണ്ടാക്കാനുള്ള പുറപ്പാടാണല്ലേ? നിങ്ങൾ നന്നായിരിക്കണമെന്ന് തന്നെയാടാ എനിക്ക്. അതായത്, അല്ല, ഞാൻ പറയുന്നതേ, ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ രാധികയുടെ വീട്ടുകാര്, അതായത് അത് അവനവൻ ഓരോ വിലയുണ്ട്, അത് കളയരുന്നേ ഞാൻ പറയുന്നുള്ളൂ. ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. കാരണം നീ ഷൂസ് ഇട്ടത് മാറിപ്പോയി. അറിയാം, ഞാൻ മനഃപൂർവ്വം തിരിച്ചിട്ടിരിക്കുന്നതാ. എടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാനും കൂടെ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ?